बता देते हैं मुझे कल नहीं बोलती हूँ कि उसके पास जो लाइट है तो मेरे फोन में लाइट है ഉത്തരകാശിയിലേക്കുള്ള യാത്രയിടയിൽ അത് ബാർക്കോട്ട് നിന്ന് ഉത്തരകാശി പാതയിൽ പോകുമ്പോൾ അവിടെ ഒരു ഗുഹാക്ഷേത്രമുണ്ട്. നാഗർ മഗർ ഗാവ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഈ പ്രകൃതിദത്തമായ ഒരു ഗുഹാക്ഷേത്രമുള്ളത്. പാറയ്ക്കുള്ളിലാണ് ചുണ്ണാമ്പ് കല്ല് കൊണ്ട് നിർമ്മിച്ച ശിവരൂപത്തിലുള്ള ചില പ്രതിഷ്ഠകൾ അതിനകത്തുണ്ട്. എന്തായാലും പഞ്ചാനൻ മഹാദേവ ശിവ ഗുഹ എന്നാണ് അറിയപ്പെടുന്നത്. ആ ക്ഷേത്രത്തിലെ ഡീറ്റെയിൽസുകൾക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ വഴിയിൽ കണ്ട ഒരു ക്ഷേത്രം, അതായത് കുന്നിൻ മുകളിൽ യാത്രക്കിടയിൽ കുന്നിൻ മുകളിൽ കണ്ട ഒരു ക്ഷേത്രം, അതിന്റെ പ്രത്യേകത ഞാനൊന്ന് പകർത്തി, അത് നിങ്ങൾക്ക് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ പോകുന്നത് ഉത്തരകാശി പാതയിലേക്കാണ്. അതുവഴിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഉത്തരകാശിയിലേക്ക് പോകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടുള്ള അകത്ത്, അതായത് പാറയ്ക്കകത്ത് ഗുഹാക്ഷേത്രമാണ്. വളരെ 2-3 പേർക്ക് മാത്രം കയറി പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രമുണ്ട് എന്ന് പറയുന്നു. പോകുന്ന വഴിയിൽ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറാം. പക്ഷെ ഞങ്ങൾ അവിടെ കയറി ആ ഗുഹാക്ഷേത്രം കാണുകയുണ്ടായി. നമുക്ക് ആ ഗുഹാക്ഷേത്രത്തിലെ ദൃശ്യങ്ങൾ കാണുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ടുമുള്ള യാത്രയിലെ മനോഹരമായ ദൃശ്യങ്ങളും അവിടെ ജനങ്ങൾ താമസിക്കുന്ന ചെറിയ ചെറിയ തീപ്പെട്ടി പോലുള്ള വീടുകൾ താഴ്വാരത്തിലുള്ളതും ഒക്കെ നമുക്ക് കാണാം. ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് ഉത്തരകാശിയിലേക്ക് പോകുമ്പോഴുള്ള നാഗർ മെഹർഗാവ് എന്ന് പറയുന്ന ആ ഗ്രാമം. ഗ്രാമത്തിലാണ് അതിനടുത്ത്. അതിൽ പ്രധാനപ്പെട്ട നാഗർ മെഹർഗാവ് എന്ന് പറയുന്ന പ്രദേശം കുറച്ചും കൂടെ അടുത്താണ്. പക്ഷേ ഈ പ്രദേശങ്ങളെല്ലാം അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അവിടെയാണ് നമ്മളിപ്പോൾ ഈ ഗുഹാക്ഷേത്രം, ആ ഗുഹാക്ഷേത്രത്തിലേക്ക്, അതായത് പ്രകടേശ്വർ മഹാദേവ് എന്ന ഗുഹാക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. ഞങ്ങളിപ്പോൾ ആ ക്ഷേത്രത്തിൽ കഴിഞ്ഞു. ആൾക്കാർ ഇവിടെ വന്ന് പൂജ നടത്തുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. അവർ പൂജയൊക്കെ നടത്തി ദുർഗാദേവിയെ പ്രസാദം വാങ്ങിയിട്ടാണ് വരുന്നത്. ഉത്തരകാശിയിലെ പ്രകടേശ്വർ മഹാദേവ് ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ ആൾക്കാർ മണിക്കൂറോളം ക്യൂ നിൽക്കുന്നുണ്ട്. ആ ക്യൂ ഇങ്ങനെ നീണ്ടു വരുന്നതാണ്. ക്യൂവിൽ കണ്ടാൽ മാത്രമേ പ്രകടേശ്വർ മഹാദേവ്, ഉത്തരകാശിയിലെ പ്രകടേശ്വർ മഹാദേവിനെ കാണുന്ന ക്യൂ ആണ് ഇവിടെ കാണുന്നത്. ഈ ക്യൂവിൽ നിന്ന് അവിടുന്ന് ഈ ഗുഹയിലേക്ക് കയറണമെങ്കിൽ ഒരു സമയം 4 പേർക്കോ 5 പേർക്കോ മാത്രമേ ഗുഹയ്ക്കകത്ത് കയറി ദർശനം നടത്താൻ കഴിയൂ. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും അവർ ഈ കാണുന്ന ഏറ്റവും നല്ല സ്റ്റെപ്പ് വിടുന്ന എല്ലാവരും വളരെ വളരെ മനോഹരമായിട്ട് ഹരഹര മഹാദേവർ പറയുന്നുണ്ട്. ആ തരത്തിൽ നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്നത്. ഏകദേശം 1 കിലോമീറ്ററോളധികം നല്ല കിഴുക്കാൻ തൂക്കമായ സ്റ്റെപ്പ് കയറിയാണ് വരുന്നത്. ആ കയറി വന്നിട്ട് മഹേശ്വരനെ, പ്രകടേശ്വർ മഹാദേവിനെ കാണാൻ വന്നതാണ്. ഈ ക്യൂ കാണുന്നുണ്ട്. ഈ ലുക്കയിൽ കയറിയത് ഇത് ഇങ്ങനെ ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നു. ഇതാണ് ക്യൂ, അമ്പലത്തിനകത്ത് ക്യൂ ഇതാണ്. അതിനകത്തുള്ള ഗുഹാക്ഷേത്രം ഇതാണ്. ആ ഗുഹാക്ഷേത്രത്തിലേക്ക് കയറി അവിടുന്ന് ഓരോ സമയം 4 പേർക്ക് മാത്രമേ കയറി വരാൻ കഴിയുന്നുള്ളൂ, ഇറങ്ങാൻ പറ്റൂ എന്നാണ് കേൾക്കുന്നത്. പ്രകടേശ്വർ മഹാദേവ്, ശംഭോ മഹാദേവ്, ഹര ഹര മഹാദേവ്, ശംഭോ മഹാദേവ്. ഇതാണ് ഗുഹാക്ഷേത്രം. ഈ ഗുഹാക്ഷേത്രത്തിലേക്ക് കയറാനുള്ള ഈ ഗുഹാക്ഷേത്രത്തിൽ ആൾക്കാർ വളരെ ഗുഹാക്ഷേത്രത്തിലേക്ക് കയറുന്ന ഇടമാണിത്. അവിടെ ഒരാൾ നിന്ന് ആൾക്കാരെ കയറ്റി വിടാൻ വളരെ ശ്രമിക്കുന്നു. ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ, കാരണം 3-4 പേർക്ക് മാത്രമേ ഇറങ്ങി അവിടെ നിൽക്കാൻ പറ്റൂ താഴെ പ്രദേശത്ത്. അത് കഴിഞ്ഞ് അവർ കയറി വന്നതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ളവർ കയറാൻ കഴിയുന്നത്. അത്തരത്തിലും ആൾക്കാരെ നിയന്ത്രിച്ച് ആണ് അകത്തേക്ക് കടത്തിവിടുന്നത്. താഴേക്ക് ഇറങ്ങാൻ 2-3 പടികൾ ഉണ്ട്. അത് കരിങ്കല്ലിൽ തന്നെ കൊത്തി എടുത്ത പടികളാണ്. അത്
നീരുകൊണ്ട് നനഞ്ഞു കിടക്കുന്നത് കൊണ്ട് വളരെ സൂക്ഷിച്ചാണ് പോകേണ്ടത്. അതെല്ലാം ഇവിടെ നിന്ന് നിർദ്ദേശം നൽകും. ആ നിർദ്ദേശം അനുസരിച്ച് വളരെ ഇരുന്ന് നിരങ്ങി ആണ് താഴെ ഇറങ്ങേണ്ടത്. ഇതാണ് അതിനകത്തുള്ള ദൃശ്യം. ഞാൻ ഇന്ന് മുകളിൽ നിന്ന് പകർത്തിയതാണ് അതിനകത്തുള്ള ദൃശ്യം. അത് കഴിഞ്ഞ് ഞാൻ അകത്തിറങ്ങിയിട്ട് അതിന്റെ വിശാലമായ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഗുഹാക്ഷേത്രത്തിനകത്ത് നിന്നുള്ള ദൃശ്യം, ഏറ്റവും മുകളിൽ ആ പ്രവേശന കവാടത്തിൽ നിന്ന് കാണുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. नीचे हो जाओ, एकदम नीचे हो जाओ. आंटी get down. आंटी get down. Please get out. Right now. ഇത് തിരിച്ച് ഗുഹാക്ഷേത്രത്തിനകത്ത് കയറിയിട്ട് തിരിച്ചു കയറി വരുമ്പോൾ അവിടെ ഒരു ആളിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ചെറിയ പൂജയും ചെറിയ സിന്ദൂരവും ഒക്കെ നൽകും. അതിന് നമ്മൾ ഒരു ചെറിയ സംഭാവന നൽകും. അതാണ് ഈ കാണുന്നത്. ആയിരത്തി 1998 കാലഘട്ടത്തിൽ അവിടെ കടുത്ത വെള്ളത്തിന്റെ ദാരിദ്ര്യം അനുഭവിച്ചപ്പോൾ വെള്ളം കിട്ടാൻ വേണ്ടി സർക്കാർ പല പദ്ധതികളും കൊണ്ടുവന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജലസേന പദ്ധതി പലതും കൊണ്ടുവന്നു. പക്ഷേ ജലം കണ്ടെത്താനുള്ള പല ശ്രമങ്ങൾ നടത്തുമ്പോൾ അവിടെ ആ പ്രദേശത്തെ ഒരു പ്രമുഖനായ ആള് ഭാനുപ്രകാശ് കമ്മിറ്റി അംഗമായ ഒരാള് ഈ ജലസേന കണ്ടെത്താനുള്ള കമ്മിറ്റിയിൽ അംഗമായിരുന്നു. അദ്ദേഹത്തിന് എവിടെയോ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നു, പക്ഷെ വെള്ളം കാണാനും കഴിയുന്നില്ല. ഇതായിരുന്നു. പിന്നീട് ശിവൻ ഇദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും ഈ പാറയ്ക്കകത്ത് വെള്ളമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെയായിരിക്കും. എന്തായാലും ആ ഗുഹാക്ഷേത്രത്തിനുള്ളിൽ നിറയെ വെള്ളം ഇങ്ങനെ ഒലിച്ച് വരുന്നത് കാണാം. അങ്ങനെ ജൂൺ 23 അവിടെ ഈ പാറയ്ക്കുള്ളിൽ നിന്നും 1998 ജൂൺ 23 ഗുഹാഭിത്തികൾ തുരന്നെടുത്തിട്ട് വെള്ളം കണ്ടെത്തി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അത് ഒരു പ്രകടേശ്വരനായി മാറി. അങ്ങനെ പ്രകടേശ്വർ പഞ്ചാനൻ മഹാദേവ് ശിവഗുഹ എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു എന്നാണ്. ഇതിനകത്ത് വെള്ളം ധാരാളം ഉണ്ട്. നല്ല ശുദ്ധമായ വെള്ളം ഒലിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ പല ശിവലിംഗ രൂപത്തിലുള്ളതും അതുപോലെ ഹനുമാന്റെ ഗദാരൂപത്തിലുള്ളതുമായ രൂപങ്ങൾ ഈ പാറയിലുണ്ട്. വെണ്ണക്കല്ലിലാണ് ഉള്ളത് പാറയ്ക്കകത്ത്. വളരെ മനോഹരവുമാണ്, എന്നാൽ അത്ഭുതവുമായ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. കല്ലില് बहुत लोग
ये अभी निकलने वाले लोग हैं। ഈ കാണുന്ന ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഈ ക്ഷേത്രത്തിനകത്തേക്ക് ഇറങ്ങി വരേണ്ടത്. നമ്മുടെ ടീമിൽപ്പെട്ടവർ തന്നെയാണ് ഇറങ്ങി വരുന്നത്. താഴെ നിൽക്കുന്ന ഒരാളുണ്ട്, അദ്ദേഹം അത്യാവശ്യം ടോർച്ചടിച്ച് വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ സൂക്ഷിച്ച് ഇറങ്ങേണ്ടതാണ്, തെന്നി വീഴാൻ സാധ്യതയുണ്ട്. മുകളിൽ നിന്ന് പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, സൂക്ഷിച്ചിറങ്ങണം, വീഴാൻ സാധ്യതയുണ്ട്. വീണ് കഴിഞ്ഞാൽ നട്ടലിലും തലയും ഇടിക്കാൻ സാധ്യതയുണ്ട്, കാരണം തെന്നി വീണാൽ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇറങ്ങണമെന്ന് പറയുന്നുണ്ട്. ഇതാണ് ക്ഷേത്രത്തിനകത്തെ ചില ദൃശ്യങ്ങൾ, ഗുഹയ്ക്കകത്തുള്ള ദൃശ്യങ്ങൾ. ഇത് പാറയ്ക്കുള്ളിലേക്ക് ഇറങ്ങി വരുന്നതിനും കയറിപ്പോകുന്നതിനുമുള്ള ഇടുങ്ങിയ വഴിയിലെ പടികളാണ്. കരിങ്കലിൽ കൊത്തി എടുത്ത പടികൾ തന്നെയാണത്. വന്നോളൂ. പ്രകടേശ്വർ മഹാദേവന്റെ ഗുഹാക്ഷേത്രത്തിന്റെ ഉള്ളിലാണ്, ക്ഷേത്രത്തിന്റെ ഉള്ളിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ ടീമെല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് ഇവിടെ ഒരു ഹനുമാന്റെ ഗതാരൂപത്തിലുള്ള ഒരു അപ്പൊ കയറി Careful. जय माता दी। യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.